എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ള ഇടുക്കി ഡാമിലോട്ട്, ഞങ്ങൾ ഇടുക്കിയുടെ സ്വന്തം അഭിമാനമായ ഇടുക്കി ഡാം. നമ്മളിന്ന് ഇടുക്കി ഡാമിന്റെ എൻട്രൻസിന്റെ അവിടെ ആട്ടോ നിൽക്കുന്നത്. ആ എൻട്രൻസ് തിരിയുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ അധികമായി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ചെമ്പൻ കൊലുമ്പൻ സമാധി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ ഇടുക്കി ഡാമിന് സ്ഥാനം കാണിച്ചു കൊടുത്ത ആളുടെ സമാധി, പുള്ളിയുടെ ഒരു പ്രതിമ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്കൊന്ന് കയറി നോക്കാം, ബാക്കി എന്തെങ്കിലും അകത്തുള്ള നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് ചെമ്പൻ കൊലുമ്പൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വിക്കിപീഡിയ കിട്ടും കേട്ടോ. അതിനകത്തെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഒന്ന് വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്മാരകത്തിൻ്റെ അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഇടുക്കി ഡാമിൻ്റെ എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ. റൈറ്റിലേക്ക് ബോട്ടിംഗ് എന്നോട് എഴുതി വെച്ചിട്ടുണ്ട്, കറക്റ്റ് ശ്രദ്ധിച്ചോണം. കയറുമ്പോൾ തന്നെ ഫസ്റ്റ് റൈറ്റ് എടുത്ത് ഒരു ഇരു സൈഡും രണ്ട് സൈഡും കാടാണ്. കാടിൻ്റെ ആംബിയൻസിലൂടെ അങ്ങ് പോകാം. ഇടുക്കി ഡാമിലോട്ട്, ഞങ്ങൾ ഇടുക്കിയുടെ സ്വന്തം അഭിമാനമായ ഇടുക്കി ഡാമിൻ്റെ ഒരു ബോട്ടിംഗ് സൈറ്റ് ആട്ടോ അത്. ഇവിടുന്നാണ് ഇടുക്കി ഡാമിൻ്റെ ബോട്ടിംഗ് തുടങ്ങുന്നത്. അവിടെ കുറച്ച് ബോട്ടുകൾ നേരമൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതിലാണ് ബോട്ടിംഗ് പോകുന്നത്. ഇതിലിങ്ങനെ കറങ്ങിയിട്ടേക്ക് വരും. ഇടുക്കി ഡാമിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ആട്ടത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ വഴി ഒരു സ്ഥലം വരെ പോയതായിരുന്നു. പോയപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ എന്നാൽ പിന്നെ ഇടുക്കി ഡാമിൽ ഇങ്ങോട്ട് ഡാമിലേക്ക് എല്ലാവരും പോകും. അതിൻ്റെ അടുത്ത് തന്നെ ഹിൽ വ്യൂ പാർക്ക് ഉണ്ട്, ഹിൽ വ്യൂ പാർക്കിലും പോകും. എന്നാലും വളരെ ഒരു 10% ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് കുറച്ച് ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് ഇതും പിന്നെ മൊത്തം ഫോറസ്റ്റിൻ്റെ ആംബിയൻസ്, രണ്ട് സൈഡും കാടാട്ടോ. കാടിൻ്റെ ആംബിയൻസ്, അതിനിടയ്ക്കൂടെ വണ്ടി ഓടിച്ച് വരുന്നു. അതിനിടയ്ക്ക് കുറച്ച് ഈ നമ്മുടെ ആനിമൽസിൻ്റെ ഒക്കെ രൂപത്തിൽ, അതായത് പാമ്പിൻ്റെ കരടിയുടെ ഒക്കെ രൂപത്തിൽ നമുക്ക് ഇരിക്കാനുള്ള സീറ്റ്സൊക്കെ അത് അറേഞ്ച് ചെയ്തൊക്കെ കാണാൻ നല്ല രസമുണ്ട്. മഴകൾ എന്നാൽ നമുക്ക് പറ്റുന്നത് പോലെ എല്ലാം കാണിച്ചു തരാം. ഇങ്ങോട്ട് അധികം ആരും അങ്ങനെ വരാറില്ല. ഈ ഇടുക്കി ഡാമിൽ വരുന്നവർ ഇത് കണ്ട് വിസിറ്റ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതൊരു നമുക്ക് കണ്ടിട്ട് പോകാനുള്ളൊരു ചെറിയൊരു സംഭവം ഉണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനും നല്ലൊരു സീൻ, നല്ല ബാക്കിലോട്ട് സീനറി കിട്ടും ഫോട്ടോ എടുക്കാനായിട്ട്. അതെല്ലാം എടുത്തിട്ടു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം.
ഒരാൾക്ക് 145 രൂപ അല്ലേ? മിനിമം 5 ടിക്കറ്റ് വേണം. മിനിമം 5 ടിക്കറ്റ് വേണോ? എന്തോരം പോകുന്നേ? കുറെ പോവും. നമ്മൾ ഡാമിന് അടുത്ത് വരെ പോയിട്ട് വരും. ഡാമിന് അടുത്ത് വരെ പോയിട്ട് കറങ്ങി വരും. 5 പേര് വേണം. അപ്പോൾ നമ്മളെ ബോട്ട് യാത്രയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ഒരാൾക്ക് 140 രൂപയാണ് ടിക്കറ്റ്. മിനിമം 5 ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ വണ്ടി ഇവിടുന്ന് എടുക്കുള്ളൂ. ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ കറങ്ങി ഡാമിൻ്റെ ചോട്ട് വരെ പോയിട്ട് തിരിച്ച് ഇവിടെ ഡ്രോപ്പ് ചെയ്യും. അതാണ് ബോട്ടിങ്. വേറെ എന്നാ കൊള്ളാം നോക്കപ്പാ. ഹോം സ്റ്റേ പോലും നമ്മൾ കാണുന്നുണ്ടോ? വണ്ടിയൊക്കെ കിടപ്പുണ്ട്. സ്റ്റേ ഉള്ള തോന്നുന്നു. നമുക്ക് അവിടെ ആരും കാണണം നമ്മൾ ചോദിച്ചു നോക്കണം. നമ്മൊന്നും കണ്ടിട്ട് ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നുണ്ട്. നോക്കാതെ ആരും ഉണ്ടാ ചോദിച്ചു നോക്കാം. പാ ഞാൻ മഴത്ത് പറഞ്ഞത് മൊത്തം കാണാണ്ട് ചീവീടുകളുടെ സൗണ്ട് ഉണ്ട്. ഈ ചീവീട് എന്നുള്ള സാധനം ഉണ്ട്. സൗണ്ട് ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വോയിസ് എന്തോ ക്ലിയർ ആണെങ്കിൽ മനസ്സിലാകുന്നില്ല. നല്ല ചീവീടിന്റെ സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി ഞാൻ പറഞ്ഞാൽ മതി. പേഴെന്ന് വെച്ചിട്ടുണ്ട്. പേഴ് ഇത് എന്തോ പ്രത്യേകതയുള്ള മരമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടുത്തെ കാട്ടിലെ എല്ലാ മരത്തെ കൂടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ കാണാൻ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ വണ്ടികളെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ പോട്ട് മറ്റേ മീൻ പിടിക്കാൻ പോകുന്ന സെറ്റപ്പൊക്കെ ഉണ്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മൾ ഇതുപോലുള്ള അടിപൊളി സ്ഥലങ്ങളായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ.